സരസ്വേ ഓ നീ വന്നേന്നേ. ഓടുന്നു. എടി ഈ പ്രാവശ്യം കൂടെ മതിയെന്നോ? ഞാൻ ഇല്ല, എനിക്ക് വയ്യ. നീ അങ്ങനെ പറയല്ലോ, ഇനി ചോദിക്കൂല. ഓ സരസു ഓ ഈ പ്രാവശ്യം കൂടെ മതി, ഞാൻ പറയണ കേക്കുന്നു. ഞാൻ പോണു പോ. സരസു എടി എണ്ണ ഉണ്ടെന്ന്. നടുവേദനയാന്ന്. എടി നീ കെട്ടിയോന്റെ കാലേല് എണ്ണ തേക്കണേ, നീ എന്ത് നടുവേദനയാന്ന് പറയണേ? നിനക്കറിയത്തില്ലേ എന്റെ കാലിന് ഭയങ്കര വേദനയാന്ന്. തേച്ച് എന്തെങ്കിലും അങ്ങ് പറയുമ്പോ അങ്ങ് ദേഷ്യ. ഓ തേച്ച് നന്നായിട്ട്. മിക്സറിൽ നോബിട്ട് തിരിക്കണ മുട്ടയിലിട്ട് തിരിക്കണേ, നന്നായിട്ട് അങ്ങ് തിരുമടി. ഓ നിങ്ങൾ ഈ പിരിമുറുക്ക് വെച്ച് എവിടെ പോവാൻ പോണേ? ഈ കാലൊന്ന് ശരിയായിട്ട് വേണം നിന്നെ കാലുമടക്കി ഒന്ന് അടിക്കാൻ. കൊള്ളാലോ. നന്നായിട്ട് തിരുമിക്ക. ആഹാ, ഈ തിരുമ് കാണുമ്പോഴാണ് നമ്മുടെ പഴയ കാലം എനിക്ക് ഓർമ്മ വന്നെ. ഞാൻ നിർത്തി. ഓ സരസു, ഓ അത് പറയണ്ടായിരുന്നു. തിരുമടി എന്താന്ന്? തിരുമടി തിരുമടല്ലേ? ഹലോ, അതേണ്ട ജോസ്, അരപ്പിരി ജോസാ? അതെന്റെ അച്ഛൻ. എടാ നീയൊക്കെ അരപ്പിരി എന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോ പെണ്ണ് കിട്ടി കേട്ടാ. നീ ഇപ്പോഴും പെണ്ണ് കിട്ടുമായിരുന്നോ? അയൽവാസികളെ കുറച്ചു പേരെ കൂടെ വിളിക്കാറുണ്ട്. ഓക്കെ, മനസ്സിലായ? അരപ്പിരി ജോസല്ലേ എന്നെ വിളിച്ചാണ് അരപ്പിരിയെന്ന്. എനിക്ക് അല്ലെന്ന് നിങ്ങൾ എന്തിനാ ഈ പാവം പിടിച്ചോൻ അരപ്പിരി എന്നൊക്കെ പറയണേ? പിന്നെ അരപ്പിരി എന്നല്ലാതെ പിന്നെ എങ്ങനെ വിളിക്കും? എടി, ഒന്നാം തരം കളർ ടി വി ഇവന്റെ വീട്ടിലുണ്ടായിരുന്നു. അതിന് കളർ കൂടുതലാണെന്നും പറഞ്ഞ് അവൻ കുളത്തി കൊണ്ട മുക്കിയവൻ ആ ജാതി. അരപ്പിരി എന്നല്ലേ വിളിക്കണ്ടേ? പിന്നെ അല്ലാതെ. അല്ലടാ, നീ ആ കളർ ടി വി കൊണ്ട് മുക്കിയിട്ട് എന്റെ കളറൊക്കെ ഇപ്പൊ ശരിയായ? നീ അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറയരുത്. പിടിച്ചോ, എന്റെ കല്യാണമാണ് 6-ാം തീയതി. അതിന്റെ ലെറ്ററാണ്. കല്യാണം തുറന്നങ്ങോട്ട് വായിക്കേ. ഉഗ്രൻ ലെറ്റർ ആട്ടോ, നല്ല കയ്യക്ഷരം. പിന്നെ വേറെ കേസ്, കല്യാണത്തിന് കറക്റ്റ് 11:30 മുഹൂർത്തം. 11:30 തന്നെ എത്തണം. നിങ്ങളെപ്പോ എത്തും? ഞാൻ എപ്പോഴാ? ഊണപ്പോഴാ? ഊണ് 2 മണിയാവും. ആണോ? അപ്പൊ ഞങ്ങള് ആ സമയം കൊളിച്ച് പാത്രമൊക്കെ ഇട്ട് അങ്ങോട്ട് വന്നേക്കാം. അതിന് പാത്രമൊക്കെ കെട്ടി വരണം. അല്ല, ബാക്കിയുള്ളത് കൊണ്ടുവരാൻ. നിങ്ങൾ കൊണ്ടുപോയി എന്തോ ചെയ്തോ. പക്ഷെ ഞാൻ 11 മണിവരെ കാണുള്ളൂ. താലി കെട്ടുന്നു, ഞാൻ നേരെ ഗൾഫിലേക്ക് പോകും. അയ്യോ, അതെന്ത് പരിപാടിയാ? ഗൾഫിൽ പിന്നെ ഞാൻ ഒരു 5 കൊല്ലം കഴിഞ്ഞേ വരുള്ളൂ. അല്ലടാ, അപ്പൊ നിനക്ക് പെണ്ണിനിട്ട് ഇവിടെ വിരുന്നൊക്കെ വരണ്ടേ? എനിക്ക് വിരുന്നൊന്നും പറ്റൂല. കാരണം അവിടുത്തെ അറബി ഭയങ്കര ദേഷ്യമാണ്. അറബി പറയണ ഞാൻ ഒരു 50 കൊല്ലമെങ്കിലും അവിടെ നിൽക്കണമെന്നാണ്. ഭയങ്കര ദേഷ്യമാണ്. 50 കൊല്ലോ? പിന്നെ അറബിയിലെ ദേഷ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ പുള്ളിക്ക് 75 വയസ്സുണ്ട്. എന്നാലും ദേഷ്യത്തിനൊരു കുറവില്ല കേട്ടാ. 50 കൊല്ലം അവിടെ നിൽക്കണേ. അപ്പൊ നീ 50 കൊല്ലം നിൽക്കുമ്പോ ഈ അറബി ചത്തുപോകത്തില്ലടാ? അത്ര പ്രായമുള്ള അറബി? അറബി മരിക്കൂല. അറബിയൊക്കെ മരണമല്ല, അതറിഞ്ഞൂടെ? അതെന്ത് പറഞ്ഞാ? മനുഷ്യനായ എപ്പോഴായാലും ഒന്നും മരിക്കും. മനുഷ്യൻ മരിക്കും, പക്ഷെ അറബി മരിക്കൂല. സത്യമൊന്ന് നിങ്ങൾ ഏതെങ്കിലും പത്രത്തിൽ കണ്ടിട്ടുണ്ടോ ഒരു അറബി മരിച്ചതായിട്ട്? ചർമ്മക്കോളത്തിൽ ഇന്നേ വരെ കണ്ടിട്ടുണ്ടോ? നമ്മള് കണ്ടിട്ടില്ല. അറബിയൊക്കെ മരണമില്ല. നിങ്ങൾ ഇവിടെ കിടന്ന് ചത്താ ഞാൻ അങ്ങ് പോകാൻ പോണു. അതെ, അങ്ങനെയാണെങ്കിലേ ഈ ഒട്ടക ഇല്ലേ, ഒട്ടക ഇറച്ചി നല്ല സൂപ്പറാന്ന് അവിടുന്ന് വന്ന ആൾക്കാർ എന്നോട് പറഞ്ഞത്. സത്യം. ഈ ഒട്ടകത്തിന്റെ മുകളിലൊരു മുഴയുണ്ടല്ലോടാ, അതിൽ നിന്ന് ഒരു 2 കിലോ ഇറച്ചി നീ വരുമ്പോ കൊണ്ടുവരണം. ഒറ്റ എണ്ണം വെച്ചോളാം വൃത്തിയോട്. നീ പിന്നെ എന്നെ ഇപ്പൊ പറഞ്ഞാ? അത് ഒട്ടകത്തിന്റെ മുഖത്ത് വെച്ചേക്കണത് ഒട്ടകത്തിന് വെള്ളം കുടിക്കാനുള്ള പൂഞ്ഞ. പൂഞ്ഞയോ? വെള്ളം കുടിക്കാൻ ഇവിടെയോ? മുതുകത്ത്. അതെങ്ങനെ ഒട്ടകം വെള്ളം കുടിക്കടി? ഇങ്ങനെ തിരിഞ്ഞ് വെള്ളം കുടിച്ചാ ഒട്ടകത്തിന്റെ പെടലി മിന്നൂല്ലേ? പിന്നെ അല്ല, പൂഞ്ഞയിലാണ് വെള്ളം ശേഖരിച്ചത്. അവനോട് ചോദിക്കാൻ ഗൾഫിൽ പോണല്ലേ. ഏടാ, ഈ വെള്ളം ശേഖരിച്ചു വെക്കുന്ന സാധനത്തിന്റെ പേരെന്താ? വാട്ടർ ടാങ്ക്. അല്ലേ? ആരടി? മനസ്സിലായില്ലേ? ഇല്ല. സ്ഥിരമായിട്ട് വരുന്ന ഈച്ചയാണോ? ഈച്ചയല്ല, അവിടെ പട്ടി ഉണ്ടോ? പട്ടി ഉണ്ടോ? എന്തിനാടാ? റീഡിങ് എടുക്കാൻ വേണ്ടി വന്നതാ. പട്ടിയുടെ പിള്ളേരുടെ റീഡിങ് എടുക്കാനാണെങ്കിൽ 4-5 അവിടെ പെറ്റ് കിടപ്പുണ്ട്. വിളിക്കണോ? കളിയാക്കല്ലോ, അതല്ല. ഞാൻ റീഡിങ് എടുക്കാൻ വരുന്നത് KCB സുരേഷ്. എന്നാ പോയി റീഡിങ് എടുത്തോ. ഇത് എന്നെ എടുക്കാൻ പോണേ, എന്താണ്ടൊക്കെ എഴുതി വെക്കുന്നുണ്ട്.
ഇന്ന് ജോയിൻ ചെയ്യാം. ചിരിക്കണം കുറവാ. ആമാ ബില്ല്. എത്രയാകും? ഏ? ഇതെത്ര മോനെ? മാമ 75. 75 ആ. 75 രൂപ. എന്താന്ന് പറയുന്നത്? 75 രൂപയൊക്കെ കറണ്ട് ബില്ല് കൊണ്ടുതരാൻ നിനക്ക് നാണാവൂലടാ. നീ ഒന്ന് ആലോചിക്കും, ഈ മെട്രോയുടെ താഴെ താമസിക്കുന്ന പാണ്ടികൾ വരെ 150 രൂപ കറണ്ട് ബില്ല് അടയ്ക്കുന്നുണ്ട്. ആ പിന്നെ അല്ലാണ്ട് ഇങ്ങേരിക്ക് കഴിഞ്ഞ ദിവസം ഷുഗർ നോക്കിട്ട് 350, എനിക്ക് പ്രഷർ നോക്കിട്ട് 170. ഇത്രേ പോരെ? മാമ 75 രൂപയല്ല. 70 പൈസയാണോ? പിന്നെ ഇത് എത്രയാണ്? ഇത് നോക്കിട്ട് അങ്ങോട്ട് പറയേ. മാമാന്റെ പൂജ്യം ഉണ്ട്, പൂജ്യം നോക്ക്. എടാ പൂജ്യത്തിന് വിലയില്ലെന്ന് എന്നെ ചാക്കോമാട്ട് പണ്ട് കണക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. മാമ 75 രൂപയല്ല, പിന്നെ എത്ര? 75,000 രൂപ മീറ്റർ റീഡിംഗ് ബില്ല് വന്നിരിക്കുന്നത്. 75,000? ആ, ഈ വിളിക്കുന്നതിന് നീ ചാർജ് ചെയ്യോളാ? അതിന് ബില്ലില്ല. ഇല്ലില്ലേ? ഇല്ല. അയ്യോ ഓടിവായോ, അയ്യോ. ഓടിവായോ, അയ്യോ അയ്യോ എനിക്ക് കറണ്ട് ബില്ല് കൂടി. അയ്യോ എന്താ സംഭവം? എന്നാ സംഭവം? എനിക്ക് കറണ്ട് ബില്ല് 75,000 രൂപ. 70,000 രൂപ. 70,000 രൂപ. ഓരോ പ്രവർത്തനം ആലോചിക്കണം. ഈ ഒരു ചെറിയ ഒറ്റ കെട്ടത്തിന് എങ്ങനെ 70,000 രൂപ വന്നു? ഒറ്റ കെട്ടടോ? ആ. സത്യം പറ, ഇവിടെ വേറെ ഏതെങ്കിലും റൂം കാണും. ഞാൻ സംസാരിച്ചോളാം. വേറെ ഉണ്ടായില്ലെന്ന് എനിക്കറിയാല്ല. ഇവിടെ കക്കൂസ് ഉണ്ടാ? പിന്നെ കക്കൂസല്ലേ, ഞങ്ങള് മനുഷ്യരല്ലോ, വവ്വാലല്ലോ വായിക്കണ സാധിക്കാൻ. കക്കൂസുണ്ട്. കക്കൂസുണ്ടാ? കക്കൂസിൽ ബൾബ് ഉണ്ടാ? ബൾബൊക്കെ ഉണ്ട്. ആ ബൾബ് എരിയുന്നതായിരിക്കും ഇത്രയും ബില്ല് കയറിയത്. ബൾബ് അതിനകത്ത് ഏറെങ്ങോണ്ട് മെഗാഷോ എല്ലാം അടക്കുന്ന ഞങ്ങൾ രണ്ടുപേരെ മാട്ട പ്രോഗ്രാം, അത് വല്ലപ്പോഴും ഉള്ളു. എങ്ങനെ 70,000 രൂപ വന്നു? അതല്ല ആലോചിക്കടാ. മാമഞ്ഞ വന്നാ ചോദിക്കട്ടെ. അതെ, ഈ വീട്ടിൽ അയൺ ബോക്സ് ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല ഇല്ലേ? ഇല്ല. പിന്നെ ഡ്രസ്സൊക്കെ തേച്ചിട്ടിരിക്കണ്. ഈ ഇസ്തിരി അത് കറണ്ട് ആവുമല്ലോ. കറണ്ടല്ലെന്ന് ചേട്ട ചിരട്ടിട്ടാണ്. കത്തിച്ചിട്ട്. ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ടാ? ഇല്ല ഇല്ല. ഇവിടെ ഉള്ളു. ഞാൻ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ മോട്ടർ കാണും. മോട്ടറില്ല, സൈക്കിളുണ്ട്. സൈക്കിൾ ഉണ്ടാ? അതിന് ലൈറ്റ് ഉണ്ടാ? ഉണ്ട് ഉണ്ട്. ആ, അപ്പൊ സംഭവം അത് തന്നെ, ബില്ലേറി അത് തന്നെ സംഭവം. അത് ഡൈനാമയാണ്. ഡൈനാമിക് കമ്പ്യൂട്ടർ വേറെ, പിന്നെ കറണ്ട് അല്ലേ? അല്ല ഒന്ന് ആലോചിച്ചേക്ക്, എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സംഭവം പ്രവർത്തിക്കുന്നുണ്ടോ? ഞാൻ പറയാ നിങ്ങൾ എന്നും അതിന്റെ അകത്ത് കയറി 2-2.5 മണിക്കൂർ പാട്ട് പാടൂലേ? അപ്പോഴേ ഞാൻ പറഞ്ഞാണ് പാട്ട് നിർത്തിക്കോ എന്ന്. ചിലപ്പോ അങ്ങനെ ഇരിക്കും. എടി, അത് ഞാൻ പാടുന്നതല്ലെന്ന്, പാടി പോണതാന്ന് ആ സമയത്ത്. നീ എന്ത് വർത്താനേ ഇപ്പോഴല്ലേ സംഭവം പിടികിട്ടിയത്? മാമാ, ഇവിടെ CC ക്യാമറ ഒക്കെ ഉണ്ടല്ലേ? അയൽവാസിയായിട്ട് എന്റെ അടുത്തെങ്കിലും പറയണം, ഞാൻ അപ്പുറത്ത് നിന്ന് 3 ഒഴിക്കുന്നൊക്കെ. CC ക്യാമറ അല്ലെന്ന്, അത് വേട്ടാവളിയും കൂട് കൂട്ടി വെച്ചേക്കണം, ആൾക്കാർ കാണാതിരിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് കവർ ഇട്ട് പൊതിഞ്ഞേക്കണ. പിന്നെ എങ്ങനെ ഈ 70,000 ബില്ല് വന്നു? മാമാ, ബില്ലടച്ചാ പറ്റുള്ളൂ. മെനിഞ്ഞാന്ന് ഇതുവരെ 2 മിന്നാമിനിക്ക് പാസ് ചെയ്ത് അതിന്റെ ബില്ലായിട്ട് എന്റെ ആവുമ്പോ ചാൻസ് ഇല്ല, വേറെ എന്തെങ്കിലും പരിപാടി ആയിരിക്കും. അടക്കണ്ടാ? ഞാൻ അടക്കത്തില്ല. ഞാൻ അടക്കത്തില്ല. 70,000 അടക്കണ്ട, ഞാൻ ഉണ്ട് കൂടെ. ഞാൻ 70,000 ഞാൻ അടക്കത്തില്ല. മാമ അടച്ചില്ലേ പ്രശ്നവും. അല്ല KSB നടപടി എടുക്കും. പോലീസുകാരെ പ്രശ്നവും. മാമനെ ഇന്ത്യൻ പൗരൻ അല്ലെന്ന് കണ്ട് മാമനെ പോലീസുകാർ വെടിവെച്ചു. എന്താ അത്? എന്താ ശബ്ദം? അത് ശരി. അപ്പോ ഇവിടെ KSB അറിയാതെ ചെറിയ സൗണ്ടില് മോട്ടോർ പ്രവർത്തിപ്പിക്കുന്നുണ്ടല്ലേ? ഇത് ഞാൻ കയറ്റി എഴുതി തരാം. അതെ, ഇത് നിങ്ങളുടെ കറണ്ടിൽ പ്രവർത്തിച്ചല്ല, പിന്നെ എന്റെ സ്വന്തം പവറിൽ പ്രവർത്തിച്ചതാ. എന്റെ മനസ്സിന്റെ ദണ്ണ ഇറങ്ങിപ്പോയതാ. അങ്ങനെ അവന്റെ ദണ്ണൊന്നും പറയണ്ട. മാമൻ ബില്ലടച്ചാലേ പറ്റുള്ളൂ. ഞാൻ ബില്ല് അടക്കത്തില്ല. ഞാൻ നിന്നെ കാണിച്ചു തരാം. അനാവശ്യം കാണിക്കരുത്. ജോസേ, കുറച്ചുകൂടെ ജണ്ണം പോകാനുണ്ടായിരുന്നു. ഞാൻ ഓടിപ്പോ നിങ്ങൾ എന്താണ് എന്റെ പുറകെ വന്നത്? എനിക്ക് അറിയാൻ മേലാണ്ട് ചോദിക്കുക. ഞാൻ അടക്കത്തില്ല. ദണ്ണ മാമന്റെ കൈ ഇരിക്കത്തേ ഉള്ളൂ. മാമ അടച്ചാ പറ്റുള്ളൂ. ഞാൻ അടക്കത്തില്ല. എനിക്ക് കറണ്ട് ബില്ല് വന്ന 75,000 രൂപ. ഈ ഒറ്റ മുറിയില് ഇതിനാണോ ഒച്ചപ്പാടും ബഹളം? പിന്നെ എനിക്ക് വേണ കറണ്ട് ബില്ല് എത്രയാണെന്നറിയോ? 2,500 രൂപ. ഞാൻ ഒരു ബഹളം ഉണ്ടാക്കില്ല, ഞാൻ അവിടെ കൊണ്ട് അടക്കുകയും ചെയ്തു. എന്താ
സത്യസന്ധരായ ഇന്ത്യൻ പൗരൻ വീട്ടിലെ ബില്ല് വന്നപ്പോ അത് കറക്റ്റായിട്ട് കൊണ്ടടച്ചിട്ട് സത്യം പറഞ്ഞോ ഇതുപോലെ ആയിരിക്കണം. തന്നെ? അല്ല ഇതിന് മാത്രം എന്തൊക്കെയാണ് നിങ്ങളെ വീട്ടിൽ പ്രവർത്തിക്കുന്നത്? അയ്യോ എനിക്ക് വീടില്ല. വീടില്ല. പിന്നെ ഞാൻ ഈ വീട് വെക്കാൻ വേണ്ടി ഒരു ഫൗണ്ടേഷൻ കെട്ടി. എന്നിട്ട് ഞാൻ നേരെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ ചെന്നിട്ട് ഒരു അപേക്ഷ കൊടുത്ത് ആ അപേക്ഷ കൊടുത്ത മാസം തന്നെ എനിക്ക് കറണ്ട് ബില്ലും വന്നു 2500 രൂപ. ഞാൻ ഒരു ബേളം ഉണ്ടാക്കിയില്ലേ? കണ്ട ലാഭം അല്ലേ? ഗ്യാസ് കെട്ടിയപ്പോ 2000 ചില്ലറ ബില്ലേ വന്നുള്ളൂ. അപ്പൊ വീട് കെട്ടിയിരുന്നെങ്കിൽ പൈസ തൊട്ട് മുടിഞ്ഞേനെ. മാമ ഇക്കണക്കിന് നിങ്ങളെ വീട്ടിൽ വരേണ്ട ബില്ല് ഏകദേശം 1.5 കോടി രൂപ വരും. അടുത്ത മാസം തൊട്ട് നിങ്ങളെ ബില്ല് ഞാൻ 1.5 കോടി രൂപ ഞാൻ ക്യാച്ച് ചെയ്ത് തരാം. അയ്യോ 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 ഞാനിപ്പോ വായിക്കേ എനിക്ക് മരിക്കണ പോലെ തോന്നുന്നു. അയ്യോ 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 എന്റെ ചേട്ടനെ കൊന്നേണ കാലാതി. അയ്യോ അതെ 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 സത്യം കേട്ട തീർന്നു. ഇപ്പൊ ഒരു കാര്യം ചെയ്യാം. അമ്മ പിള്ളേരൊക്കെ എവിടെയാണ്? നിങ്ങളെ മക്കളൊക്കെ എവിടെയാണ്? അവിടെ അടുത്ത് എല്ലാം ഉണ്ടാ? ഇല്ല എല്ലാരും ദൂരയിലാണ്. ദൈവമേ എല്ലാം ദൂരാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം. എനിക്ക് പരിചയത്തിലുള്ള ഫ്രീസർ കൊണ്ടുവരുന്ന പയ്യുണ്ട്. ഫ്രീസർ ഉണ്ടോ? അവനെ വിളിച്ചു പറഞ്ഞ പൈസ കുറച്ച് കൊണ്ട് അതാണ് ഒരു 3 ദിവസമെങ്കിലും ഫ്രീസറിൽ വെക്കേണ്ടി വരും. അതാണ്. അപ്പൊ ഫ്രീസറിൽ വെക്കാം കേട്ടോ മാമി. ഫ്രീസറിൽ വെക്കാം. എന്നാ പറഞ്ഞ ഫ്രീസറിൽ വെക്കാന്ന്. ഫ്രീസറിൽ വെക്കാന്നോ? എന്നിട്ട് വേണം അതിന്റെ കറണ്ട് ബില്ലും കൂടെ കൂട്ടി എഴുതി വീണ്ടും ഇവൻ എന്നെ കൊല്ലാൻ. അയ്യോ